അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ. വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം. അവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവൽക്കടവ്, കൊടുങ്ങല്ലൂർ. തിരികെ വാർത്തയിലേക്ക്. കയ്പമംഗലം കൊലപാതകം, 9 പ്രതികളും പിടിയിൽ. കയ്പമംഗലത്ത് ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 9 പ്രതികൾ അറസ്റ്റിൽ. കണ്ണൂർ അഴീക്കോട് സ്വദേശി സാബിറാസ് കാപ്പക്കടവ് വീട്ടിൽ മുഹമ്മദ് സാദിഖ്, തലാശ്ശേരി തൊട്ടടി സ്വദേശി ബൈത്തുൽ ഷർമിന വീട്ടിൽ സലിം, കണ്ണൂർ അഴീക്കോട് സ്വദേശികളായ കടപ്പുറത്തകത്ത് കാക്കിവീട് ഫായിസ്, മുടവന്റകത്ത് വീട്ടിൽ മുജീബ്, തൃശൂർ അരണാട്ടുകര സ്വദേശി കാർത്തിക വീട്ടിൽ ദിലീപ് ചന്ദ്രൻ, ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പലൂർ സ്വദേശി ചെന്നറ വീട്ടിൽ ധനേഷ്, എറണാകുളം ഉദയംപേരൂർ സ്വദേശി വൈഷ്ണവം വീട്ടിൽ സുരേഷ്, എറിയാട് അഴീക്കോട് സ്വദേശി കുന്നിക്കുളത്ത് വീട്ടിൽ ഷിഹാബ്, ശ്രീനാരായണപുരം വേക്കോട് സ്വദേശി കയ്യാത്ത് വീട്ടിൽ അഭയ് എന്നിവരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇക്കഴിഞ്ഞ 23-ന് രാത്രി 11 മണിയോടെയാണ് കോയമ്പത്തൂർ സ്വദേശി ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ചത്. ഇറിഡിയം നൽകാമെന്ന് പറഞ്ഞ് സാദിഖിന്റെ പക്കൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയതിന്റെ പ്രതികാരമായിരുന്നു കൊലപാതകം. അവിശ്വസനീയമായ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നത്. പറ്റിക്കപ്പെട്ടത് മനസ്സിലാക്കിയതോടെ തട്ടിപ്പിനിരയായ ആൾ കൊട്ടേഷൻ നൽകി. കൊട്ടേഷൻ സംഘം അരുണിനെ വിളിച്ചു വരുത്തി തല്ലിക്കൊന്നു. മരണമുറപ്പായതോടെ ആംബുലൻസിൽ കയറ്റി അയച്ച് പ്രതികൾ മുങ്ങി. കൊലപാതക സംഘത്തെ 2ാം ദിനം പിടികൂടാനായത് പോലീസിന്റെ നേട്ടമാണ്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെ: റേഡിയോ ആക്റ്റീവ് പദാർത്ഥമായ ഇറിഡിയം നൽകാമെന്ന് പറഞ്ഞ് കണ്ണൂരിലെ ഐസ്ക്രീം വ്യാപാരിയായ സാദിഖിൽ നിന്ന് 50 ലക്ഷം പലപ്പോഴായി അരുൺ വാങ്ങി. കോയമ്പത്തൂരിൽ വെച്ചുള്ള പരിചയത്തിന്റെ പുറത്തായിരുന്നു ഇടപാട്. അരുണും സുഹൃത്തായ ശശാങ്കനും ചേർന്നായിരുന്നു പണം തട്ടിയത്. അരുണും ശശാങ്കനുമായി തെറ്റിയ മറ്റൊരാൾ തട്ടിപ്പ് വിവരം സാദിഖിനെ അറിയിച്ചു. ചതി മനസ്സിലാക്കിയ സാദിഖ് കയ്പമംഗലത്തുള്ള തക്കുടു എന്ന് പേരുവിളിയുള്ള ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ നൽകി. ഇയാൾ കയ്പമംഗലം സ്റ്റേഷൻ ഗുണ്ടയാണ്. സംഘാംഗങ്ങൾ തൃശൂരിലേക്ക് അരുണിനെയും ശശാങ്കനെയും വിളിച്ചു വരുത്തുകയും കാറിൽ കയറ്റിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് കയ്പമംഗലത്തെ വീട്ടിലെത്തിച്ച് മർദ്ദനം തുടർന്നു. മൃതപ്രായനെന്ന് ഉറപ്പായതോടെ ആംബുലൻസ് വിളിച്ചു വരുത്തി കയറ്റി അയച്ചു. പോലീസ് തേടി തുടങ്ങിയപ്പോഴേക്കും പ്രതികൾ കടന്നുകളഞ്ഞു. 12 പ്രതികളിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 9 പേരുമാണ് വലയിലായിരിക്കുന്നത്. അതിനിടെ കൊല്ലപ്പെട്ട അരുണിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ശരീരത്തിൽ മർദ്ദനമേറ്റ 50-ലേറെ പരിക്കുകളുണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട്. തലക്കേറ്റ പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം നൽകുന്ന പ്രാഥമിക സൂചന.